ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാവിലെ നാം എല്ലാവരും സഭയായിട്ട് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം ഈ വൈകുന്നേര സമയം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കോണം ദൈവം ഇങ്ങനൊരു അവസരം നമുക്ക് തന്നതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് തേനിയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് VK വില്യംസ് അവர்களுം നമ്മുടെ മധ്യേ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 50 വർഷം തേനിയിലും ബോഡി നായ്ക്കന്നൂരുമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരനെ ഈ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ നാം കേൾക്കുവാൻ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് സഹോദരൻ സന്തോഷും അതുപോലെ തന്നെ പ്രിയ മകൾ അക്സയും പേവയും കൂടി ചേർന്നിട്ടുള്ള പാട്ടുകളും നാം കേൾക്കാൻ ഇരിക്കുകയാണ്. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവം നമ്മളുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടിയുള്ള അവസരമാണിത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഈ മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അനേക ആയിരങ്ങൾക്ക് അത് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. നാം ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയ സഹോദരൻ റിജോ ജോൺ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. Let's pray for the blessing of the meeting. Our Godly Father, we thank Thee for this wonderful privilege which Thou hast given to us to come to Thy presence yet again in such a fashion, the first day of the week, in the evening, to open up Thy Word and to read words of love which You have given to us, Lord, and to understand the greatness of Your love. God, as we are aware of, You are a God who is sovereign. You are the God who is the creator of this whole universe. You are a God who has established His kingdom in heaven and in earth. You are a God who is above all gods, the King of kings and the Lord of lords. Lord, but at the same time we understand that You are a God who is loving and with everlasting loving kindness. God, we thank Thee and praise Thee that You are a God who is with us, Emmanuel. God, we thank Thee for this wonderful truths which Thou hast enabled us to understand, Lord. Lord, as we are now going to start our meeting, as we are going to sing songs, let the songs comfort our hearts. Lord, we especially pray for the singers that they might be able to sing the songs well, that we as listeners also might hear Your message through the songs, and we might be able to comfort our hearts this evening time. God, also especially we pray for VK Williams' uncle also is in our midst, Lord. We thank Thee for the burden and which Thou hast given to him, Lord, to be with us this evening time. We thank Thee for the privilege and opportunity which Thou hast given to us to hear from Your word through him. Lord, we pray that You might bless him and strengthen him as God's words comes out of his mouth, that we as listeners also might be able to smoothen our hearts and listen Your word, O Lord. We pray that special grace and strength might be given from above to our dear brother, Lord. We thank Thee for Your continuous presence. We pray that You might continue to be with us till the end of this meeting. We commit each and every moment of this meeting into Thine hands. We ask this prayer in and through a blessed name of our Lord and Savior, Jesus Christ. Amen. ദൈവനാമത്തിന് മഹത്വം. ചില ഗാനങ്ങൾ നമുക്ക് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കരുണയിൻ സാഗരമേ എന്ന് തുടങ്ങുന്ന പ്രാരംഭഗാനം നമുക്ക് കേട്ട് മടങ്ങി വരും. കരുണയിൻ സാഗരമേ, ശോകം കൊടുമ്പയിലേറിടുമ്പോൾ, കരുണയിൻ സാഗരമേ, ശോക കൊടുമ്പയിലേറിടുമ്പോൾ,
മേഘത്തിൽ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. മേഘത്തിൽ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുൾകാം കൃപയരുൾകാം അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾകാം. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾകാം. രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോൾ, രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോൾ, അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുൾകാം കൃപയരുൾകാം അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾകാം. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾകാം. കുരിരുൾ താഴ്വരയിൽ എൻ്റെ പാദങ്ങളിടറിടാതെ, കുരിരുൾ താഴ്വരയിൽ എൻ്റെ പാദങ്ങളിടറിടാതെ, അഗ്നിത്തൂണിൻ പ്രഭയായി യാനം ചെയ്യുവാനീ മരുവിൽ. അഗ്നിത്തൂണിൻ പ്രഭയായി യാനം ചെയ്യുവാനീ മരുവിൽ. കൃപയരുൾകാം കൃപയരുൾകാം അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾകാം. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾകാം. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ. സ്നേഹത്തിനാഴമതിൽ ഞാനും നിമഞ്ജനായി തീർന്നിടുവാൻ. സ്നേഹത്തിനാഴമതിൽ ഞാനും നിമഞ്ജനായി തീർന്നിടുവാൻ. കൃപയരുൾകാം കൃപയരുൾകാം അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾകാം. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾകാം. ദിവ്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്കൊരു ഗാനം കൂടെ കേൾക്കുവാനുള്ളൊരു അവസരമാണ്. ഇന്നയോളം എന്നെ നടത്തി എന്നാരംഭിക്കുന്ന അനുഗ്രഹീതമായൊരു ഗാനം
പ്രിയ അക്സയും ഫേബിയും ചേർന്ന് ആരംഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. എന്നെ
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വിശ്വാസ നാടെ നോക്കിയെന്ന് ആരംഭിക്കുന്ന ഒരു ഗാനം കർത്താവിൻ്റെ ദാസൻ വി കെ വില്യംസ് അങ്കിൾ രചിച്ച ഒരു ഗാനമാണ്. പ്രസ്തുത ഗാനം നമുക്കൊന്ന് കേൾക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വാസനാടി നോക്കി വേഗമോടുകാം, വേഗമോടിടാം നാം, വേഗമോടിടാം. വിശ്വാസനാടി നോക്കി വേഗമോടിടാം, വേഗമോടിടാം നാം, വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമ വീട് വാനലോകത്തിലേ. നമ്മുടെ വീട് ആ നിത്യമ വീട് വാനലോകത്തിലേ. വിശ്വാസനാടി നോക്കി വേഗമോടിടാം, വേഗമോടിടാം നാം, വേഗമോടിടാം. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനലോകത്തിലേ. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനലോകത്തിലേ. വിശ്വാസനാടി നോക്കി വേഗമോടുക, വേഗമോടിടാം നാം, വേഗമോടിടാം. എന്റെ പ്രിയൻ വന്നിടുമേ ദൂതരുമായി, ദുരിതങ്ങൾ തീർന്നിടുവാൻ ജയധ്വനിയായി. എന്റെ പ്രിയൻ വന്നിടുമേ ദൂതരുമായി, ദുരിതങ്ങൾ തീർന്നിടുവാൻ ജയധ്വനിയായി. വന്നിടുമേ വേഗം എൻ്റെ ആത്മസ്നേഹിതൻ വാനലോകത്തിലേ. വന്നിടുമേ വേഗം എൻ്റെ ആത്മസ്നേഹിതൻ വാനലോകത്തിലേ. വിശ്വാസനാടി നോക്കി വേഗമോടിടാം, വേഗമോടിടാം നാം, വേഗമോടിടാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഇന്ന് സായന്തന സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് അനേക ഗാനങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം കേൾക്കുവാനും ദൈവം നമുക്ക് തന്ന അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ എന്ന പോലെ തന്നെ വീണ്ടും ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും നാം കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സായന്തന സമയവും കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മോട് സംസാരിക്കട്ടെ. തേനിയുടെ പ്രദേശത്ത് കഴിഞ്ഞ ദീർഘമായ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ കർത്താവിൻ്റെ വേലയിലായിരുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ
കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് വി കെ വില്യംസ് അവറുകൾ ഇന്ന് നമ്മോടുകൂടെയുണ്ട്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ്റെ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം എല്ലാം ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസിൽ നിന്നും അനുഗ്രഹീതമായ വചനങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. ഈ നിമിഷം കർത്താവിൻ്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാലത്ത് ദൈവത്തെ നമുക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. നാം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നാം കാലത്ത് ചിന്തിച്ച ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു വാക്യം വായിച്ച് ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കേൾക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം ജീവിക്കുമ്പോൾ നല്ല സാക്ഷ്യം ഉള്ളവരായി ജീവിക്കണം. ദൈവം അത് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മെ അവൻ്റെ മക്കളാക്കി തീർത്തിരിക്കുന്നത് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല, നാം അനുസരണമുള്ളവരായി, ദൈവത്തെ അനുസരിക്കുന്നവരായി, ദൈവത്തെ സ്നേഹിക്കുന്നവരായി, കർത്താവിനെ അനുഗമിക്കുന്നവരായി നാം തീരണം. ആ നിലയിൽ വാസ്തവമായി ദൈവത്താലും ദൈവജനത്താലും നല്ല സാക്ഷ്യം പ്രാപിക്കണം. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസമില്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്ക് വിശ്വാസം, ദൈവത്തിലുള്ള പരിപൂർണമായിരിക്കുന്ന വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ആ വിശ്വാസം മുഖാന്തരം നമുക്കുണ്ടാകുന്ന ജീവിതം, നമുക്കുണ്ടാകുന്ന പ്രവൃത്തി, അത് ദൈവം കാണുന്നു. ഈ ഭൂമിയിലുള്ള വിശുദ്ധന്മാർ അത് കാണുന്നു. അങ്ങനെ ദൈവത്താലും ദൈവജനത്താലും നാം സാക്ഷ്യം പ്രാപിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ മഹാത്മ്യം, സ്നേഹത്തിൻ്റെ വലിപ്പം, സ്നേഹം എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല എന്നാണ് 1 കൊരിന്ത്യർ 13 നമുക്ക് വായിപ്പാൻ കഴിയും. എന്നാൽ അവസാനം ആദ്യം സ്നേഹത്തെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം അവസാനം നാം ശ്രദ്ധിക്കുമ്പോൾ എന്തെഴുതിയിരിക്കുന്നത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നമുക്കത് വായിക്കാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 13-ാം വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അവിടെ 13-ാം വാക്യത്തിൽ ആദ്യം പറയുന്നത് വിശ്വാസം. മറ്റ് 12 വാക്യങ്ങളും പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. ഇന്നലെ ഈ വാക്യം ഞാൻ ചിന്തിക്കുകയുണ്ടായി. 12 വാക്യങ്ങൾ സ്നേഹത്തെ വളരെയധികം പരാമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു. അവസാനം വരുമ്പോൾ വിശ്വാസം,
പ്രത്യാശ സ്നേഹം എന്ന് വായിക്കുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിയായിരിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അത് പ്രത്യാശയിലേക്ക് നമ്മെ വഴി നടത്തും. പ്രത്യാശ ശരിയായിട്ട് നമുക്കുണ്ടെങ്കിൽ അത് നമ്മെ സ്നേഹത്തിലേക്ക് നടത്തും. വിശ്വാസമാണ് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനം. നാം ദൈവത്തെ സ്നേഹിക്കുന്നു. എന്താണ് അടിസ്ഥാന കാരണം? നാം ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടാണ്. നാം ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നാം അറിയുന്നു, നാം മനസ്സിലാക്കി. ആദ്യം നമ്മിൽ ഉണ്ടായത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് നാം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ വിശ്വാസം നമുക്ക് വലിയ പ്രത്യാശയും അതുപോലെ നമുക്ക് നാം സ്നേഹിപ്പാൻ തൊക്കണമുള്ളായിരിക്കുന്ന മുഖാന്തരമാണെന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. വിശ്വാസമില്ലെങ്കിൽ പ്രത്യാശയില്ല. പ്രത്യാശയില്ലെങ്കിൽ സമ്പൂർണ്ണമായിരിക്കുന്ന സ്നേഹമില്ല. ഈ ഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സംഭവ കഥ നിങ്ങളോട് പറയാം. സ്നേഹം പല വിധത്തിലുണ്ട്. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹം, അതാണ് യഥാർത്ഥ സ്നേഹം. ഇപ്പോൾ വിവാഹം കഴിഞ്ഞു 1-2 വർഷങ്ങൾ ഭാര്യയും ഭർത്താവും വലിയ സ്നേഹമായിരിക്കും. ഒരിക്കൽ എന്നെ കാണാനായിട്ട് തേനിയിൽ ഒരു നവദമ്പതികൾ വരികയുണ്ടായി. എന്നെ പറഞ്ഞിങ്ങനെ വില്യംസ് എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്, അവിടെ പോകാം, അവിടെ താമസിക്കാം, അവിടെ പോയ ചില കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് വന്നു. ആ പെൺകുട്ടി അവൾ അമേരിക്കയിലെ ബാങ്ക് ഓഫ് അമേരിക്കയിലെ ഒരു മാനേജറാണ്. എങ്ങനെയോ അവരറിഞ്ഞ് പരസ്പരം അറിഞ്ഞ് കല്യാണം കഴിച്ചു. അപ്പോൾ ആദ്യം വന്ന് തേനിയിൽ വന്ന് അവരുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് എന്നെ പ്രയാസമായിരുന്നു. പ്രയാസം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ എങ്ങനെ സ്നേഹിച്ച് നടക്കുന്നത് പോലെയാണ് തേനിയിൽ വന്ന് അവർ സ്നേഹിച്ച് നടന്നുകൊണ്ടിരുന്നത്. അവർ മെയിൻ റോട്ടിൽ ആളുകളെല്ലാം എന്നെ നോക്കാൻ തുടങ്ങി, അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർ തോളിൽ കൈയിടുന്നു, അവർ കഴുത്തിൽ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ തേനി എന്ന് പറയുന്നത് അങ്ങനെയുള്ള സംസ്കാരമുള്ള ഒരു സ്ഥലമല്ല. അപ്പോൾ അവർ ആ പുതുമയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ഏതാണ് കട എന്ന് പറഞ്ഞ് ഞാൻ അവരിൽ നിന്ന് മാറി ഒരു സ്ഥലത്ത് നിന്നു. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ പോയി വാങ്ങിക്കാൻ പറഞ്ഞു. അവരുടെ സ്നേഹം എന്ന് പറഞ്ഞത് മറ്റുള്ളവർക്ക് ഒരു പ്രത്യേക രീതിയിലാണ് അത് കണ്ടത്. എന്നാൽ അവരുടെ സ്നേഹത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം അവർ സ്നേഹിച്ചത് കല്യാണം കഴിഞ്ഞു, പുതിയതായിട്ട് അവർ കല്യാണം കഴിച്ച് അങ്ങനെ സന്തോഷമായിരിക്കും, സ്നേഹിച്ച് വളരെ ആത്മാർത്ഥമായി. എന്നാൽ അപ്പോൾ അവർ വിളിച്ചിരുന്നത് ഹണി എന്നാണ്. അവിടെ അങ്ങനെ ആരെങ്കിലും ഹണി എന്നാണ് പരസ്പരം വിളിച്ചുകൊണ്ടിരുന്നത്, ഹണി എന്നാണ്. പക്ഷേ ഞാൻ പിറ്റേ വർഷം അമേരിക്കയിൽ ചെന്നപ്പോൾ അവർ എന്നെ കാണാനായിട്ട് വന്നിരുന്നു, ന്യൂയോർക്കിൽ. അപ്പോൾ അവരുടെ സ്നേഹത്തിന് ഇത്തിരി വ്യത്യാസം, 1 വർഷം 2 വർഷമായി കാണും, ഒരു വ്യത്യാസം. കാരണം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ച അല്ലെങ്കിൽ
ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു സ്നേഹമല്ലായിരുന്നു അവിടെ സ്നേഹം. അപ്പോൾ ഇവിടെ വെച്ച് അവർ ഹണി എന്ന് വിളിച്ചപ്പോൾ അവിടെ വെച്ച് ആ സഹോദരി വിളിച്ചത് അലക്സ് എന്നാണ് വിളിച്ചത്. എനിക്ക് അത്ഭുതം തോന്നി. ആ ഹണി എന്നുള്ള പദം മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ സ്നേഹത്തിൻ്റെ അളവ് കുറഞ്ഞു, വിശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞു, ദൈവസ്നേഹത്തിൻ്റെ അളവ് കുറഞ്ഞു എന്ന കാര്യം എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ വീണ്ടും അമേരിക്കയിൽ ചെന്നപ്പോൾ അവരെ കാണാൻ സാധിച്ചില്ല. ഞാൻ അവരെ അറിയിച്ചു, ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അറിയിച്ചു. അപ്പോൾ ആ സ്ത്രീ അവനെ വിളിച്ചതെന്താണെന്നറിയാമോ? അവൻ എന്നാണ്. അവൻ എന്നെ വഞ്ചിച്ചു. ഒരു വലിയ യുദ്ധം അവരുണ്ടായി. അവരുടെ സ്നേഹം കുറഞ്ഞു. പല കാര്യങ്ങളോടും ഞാൻ അവരോട് സംസാരിച്ചു. പക്ഷേ അവർക്ക് പരസ്പരം സ്നേഹിപ്പാൻ സാധിച്ചില്ല. അവർക്ക് പരസ്പരം വിശ്വസിപ്പാൻ സാധിച്ചില്ല. പല തെറ്റിദ്ധാരണകൾ അവർക്കുണ്ടായി. ഞാൻ 3ാമത് പ്രാവശ്യം അമേരിക്കയിൽ ചെന്നപ്പോൾ കേട്ടത് അവർ ഡൈവേഴ്സായി. ഹണി എന്ന് പറഞ്ഞവർ നടന്നവർ പേരിലേക്ക് മാറി, അവൻ അവൾ എന്ന വാക്കിലേക്ക് മാറി. ഒടുവിൽ അവർ ഡൈവേഴ്സായി. നമ്മുടെ വിശ്വാസികളല്ല, പെന്തിക്കോസ് വിശ്വാസികളാണ്. അങ്ങനെ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ അപകടം, കാരണം ദൈവസ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതായിരിക്കുന്ന, ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം, ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ കർത്താവിനെ അനുസരിക്കണം, ആ നിലയിൽ ഭാര്യമാർ ഭർത്താവിനെ അനുസരിക്കണം. ആ ഒരു ചിന്താഗതി മാറി ലൗകികമായിരിക്കുന്ന നിലയിൽ, മറ്റ് ലോകപരമായിരിക്കുന്ന നിലയിൽ ഉള്ളായിരിക്കുന്ന വിശ്വാസത്തിന് അപ്പുറമായിട്ടുള്ള അവരുടെ സ്നേഹം അത് നിലനിന്നില്ല. പ്രിയമുള്ള, നമ്മുടെ ജീവിതത്തിൽ നാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സത്യപ്രബോധനത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യണം. ഇല്ലെന്ന് വരികിൽ നമ്മുടെ ജീവിതത്തിൽ പല അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഒടുവിൽ സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ എന്ന അടിസ്ഥാനത്തിൽ ആയിരിക്കണം നമ്മുടെ പ്രത്യാശ. ആ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ സ്നേഹം. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നവരായിരിക്കണം. ഇതെല്ലാം മാനുഷികമായിരിക്കുന്ന നിർബന്ധത്താലല്ല, വിശ്വാസത്താലാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ രീതിയിൽ നാം ജീവിക്കുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം നമുക്കുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ വിശ്വാസം അത് പൂർണ്ണതയിലേക്ക് വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വേല, വിശ്വാസത്തിൻ്റെ വളർച്ച, വിശ്വാസത്തിൻ്റെ അനുസരണം, വിശ്വാസത്തിൻ്റെ ജീവിതം, അതിൽ പോകുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കും. അങ്ങനെയാണ് ഇവിടെ നാം വായിച്ചതുപോലെ നമ്മുടെ പൂർവികന്മാർ നല്ല സാക്ഷ്യം പ്രാപിച്ചത്. ഇന്ന് പരസ്പര വിശ്വാസമില്ലാതെ എനിക്ക് തേനിയിൽ വലിയൊരു തലവേദന, ഒരു കുടുംബം അവിടെയുണ്ട്. ചിന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നും പ്രശ്നമാണ്, എന്നും പ്രശ്നം. ഭാര്യയും ഭർത്താവും മക്കളുമായി എന്നും പ്രശ്നമാണ്. എന്തെല്ലാം പറഞ്ഞാലും അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ടുള്ളതായിരിക്കുന്ന ഒരു പ്രയാസം. കാരണം എന്താണ്? അവരുടെ ജീവിതത്തിൽ
ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തോടുള്ള വിശ്വസ്തത അത് ഇല്ല എന്നുള്ളതാണ്. നാം വളരെ സൂക്ഷിക്കണം. നമ്മുടെ കുടുംബം വിശ്വാസ കുടുംബമാണ്. നമ്മുടെ കുടുംബം, ആ കുടുംബം നന്നായെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല വിശ്വാസമുള്ള ഒരു തലമുറയെ വാർത്തെടുപ്പാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 13 വായിക്കുന്നത് തന്നെയും ഒടുവിൽ പറയുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലുത് സ്നേഹം തന്നെ, സംശയമില്ല. പക്ഷേ വിശ്വാസത്തിൽ നിന്നും, നമ്മിൽ വച്ചിരിക്കുന്ന, നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയിൽ നിന്നും ഉടലെടുക്കുന്നതായിരിക്കുന്ന സ്നേഹമായിരിക്കണം. വിശ്വാസത്തിൻ്റെ വലിപ്പം, മഹത്വം അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി ഹാബേലിനെ കുറിച്ചാണ്. ഹാബേലിനെ കുറിച്ച് നാം എന്താണ് വായിക്കുന്നത്? വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീനിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. കായീൻ ഹാബേലിനെ കുറിച്ച് നമുക്കറിയാം. അവരുടെ യാഗം, ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന യാഗം, ദൈവം പ്രസാദിച്ച യാഗം ഹാബേലിൻ്റെ യാഗമായിരുന്നു. ദൈവം അംഗീകരിക്കാത്ത യാഗം ആയിരുന്നു കായീൻ്റേത്. അപ്പോൾ ദൈവം നല്ല സാക്ഷ്യം നൽകുന്നത് ഹാബേലിൻ്റെ യാഗമായിരുന്നു. രണ്ടും ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന കാര്യങ്ങളായിരുന്നു. കായീൻ കൊണ്ടുവന്നത് തൻ്റെ അധ്വാനത്തിൻ്റെ, തൻ്റെ ശക്തിയുടെ, തൻ്റെ കഴിവിൻ്റെ കാര്യങ്ങളാണ് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നത്. എത്രയോ കിലോ, ഏതൊരു പുസ്തകത്തിൽ ഞാൻ വായിക്കുണ്ടായി, കായീൻ കൊണ്ടുവന്നത് അനേക പച്ചക്കറികൾ എത്രയോ കിലോ കണക്കിനുണ്ടായിരുന്നു. മനുഷ്യൻ്റെ മുമ്പിൽ കായീൻ്റെ യാഗമായിരുന്നു ദൈവസന്നിധിയിൽ കൊണ്ടുവന്നതായിരുന്നു അധികം. പക്ഷേ ഹാബേൽ കൊണ്ടുവന്നത് ഒരാട്. നമുക്ക് നാം വായിക്കുമ്പോൾ ദൈവത്തിന് ഉത്തമമായ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായിരുന്ന ഒരു യാഗം, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുത്തത് ഹാബേലിൻ്റേതായിരുന്നു. മനുഷ്യദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം സാധനങ്ങളാണ് കായീൻ കൊണ്ടുവന്നത്. എന്തുമാത്രം സാധനങ്ങൾ, കണക്കില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്നു. കിലോ കണക്കിന് കൊണ്ടുവന്നു, ധാരാളം കൊണ്ടുവന്നു. പക്ഷേ ഹാബേൽ ഒരാട്ടിൻകുട്ടിയെ കൊണ്ടു. അതിലാണ് ദൈവം പ്രസാദിച്ചത്. എന്തുകൊണ്ടാണ്? പല വ്യാഖ്യാനങ്ങളുണ്ട്. കായീൻ്റെ ആ ആരാധന അല്ലെങ്കിൽ യാഗത്തെ ദൈവം എന്തുകൊണ്ട് അംഗീകരിച്ചില്ല, ഹാബേലിൻ്റെ എന്തുകൊണ്ട് ദൈവം അംഗീകരിച്ചു? പല വ്യാഖ്യാനങ്ങൾ കാണുവാനായിട്ട് കഴിയും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ചിന്ത എന്ന് പറയുന്നത്, ഹാബേൽ തൻ്റെ ബലത്തിൻ്റെ, തൻ്റെ കഴിവിൻ്റെ, തെറ്റായിരിക്കുന്ന വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കായീൻ കൊണ്ടുവന്നത്. ഹാബേൽ ഒരാട് എന്തുമാത്രമുണ്ട്. പക്ഷെ ഞാൻ എന്തുമാത്രമാണ് ദൈവത്തിനായി കൊണ്ടുവന്നത്, അതായിരിക്കും ദൈവം പ്രസാദിക്കുന്നത്, അതിലായിരിക്കും ദൈവം പ്രസാദിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുക, അതാണ് നമുക്ക് ആവശ്യം. ചില സ്ഥലങ്ങളിൽ പാടുന്ന പാട്ടുകൾ, ചെയ്യുന്ന പ്രസംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ദൈവമേ, ദൈവത്തിൻ്റെ ഹൃദയം
അറിയാതെയുള്ളായിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ചെയ്യുന്ന ദുഃഖം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രശസ്തിക്ക് വേണ്ടി, പെരുമയ്ക്ക് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി തങ്ങളുടെ കഴിവുകളെ ദൈവം പ്രസാദിക്കുമെന്നുള്ള നിലയിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നതായിരിക്കുന്ന വെപ്രാളങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് വലിയ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കി നാം ആരാധിക്കുക, ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കി നാം പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ദൈവം ഇങ്ങനെ ചെയ്താൽ പ്രസാദിക്കുമോ എന്ന് അറിഞ്ഞ് നാം ചെയ്യുക. ഇല്ലെങ്കിൽ അത് വൃഥാവാണ്, വ്യർത്ഥമാണ്. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഹാബേലിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം, ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന രീതിയിൽ ഹാബേൽ ദൈവത്തിന് യാഗം കഴിച്ചു എന്നുള്ളതാണ്. നമ്മുടെ യാഗം, ബൈബിളിൽ പല യാഗങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. സ്തോത്രയാഗം, വിശുദ്ധ ജീവിതം എന്ന യാഗം റോമർ 12:1-2 വാക്യങ്ങൾ വായിക്കുന്നു. കർത്താവിനായി കൊടുക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള പല യാഗങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രിയമുള്ള ദൈവത്തിന് പ്രസാദകരമാണോ എന്ന്, ദൈവം അംഗീകരിക്കുന്നതാണോ എന്ന് നാം ചിന്തിക്കണം. ദൈവം നല്ല ശബ്ദം പ്രിയപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ടി വിയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലെല്ലാം കാണുന്ന ചില പാട്ടുകൾ, തമിഴ്നാട്ടിലാണ് അധികം, കേരളത്തിൽ വളരെ കുറവാണ്, ഉണ്ട് എങ്കിലും വലിയ പാട്ടല്ല നടക്കുന്നത്, ഡാൻസാണ് നടക്കുന്നത്. അതിനും അവർ വായിക്കും, ദാവീദിനെ കുറിച്ചെല്ലാം പറയാറുണ്ട്. ദൈവസന്നിധിയിൽ ഭക്തിയോട് കൂടെ പാടുവാൻ, ദൈവസന്നിധിയിൽ ഭക്തിയോടും ഭയത്തോടും വിശുദ്ധിയോടും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന യാഗം. പാട്ട് പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ, ഞാൻ പറയാനുണ്ട്, നിങ്ങൾ സഭയിൽ അപ്പം നുറുക്കുന്ന സമയത്ത് ഉടനെ അപ്പം എടുത്ത് തിന്നരുത്, കഴിക്കരുത്. ഒരല്പം സെക്കൻഡ്, ചില സെക്കൻഡുകൾ, കർത്താവേ നിൻ്റെ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു, സ്തോത്രം. ദൈവം അത് കാണുന്നു. അങ്ങനെ ആ സ്തോത്രത്തോടു കൂടെ നാം അത് ഭക്ഷിക്കണം. പാനപാത്രം നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഉടനെടുത്ത് കുടിക്കുന്നതല്ല. അത് 1 മിനിറ്റ്, 1 സെക്കൻഡ്, അര സെക്കൻഡ്, അര മിനിറ്റ് നാം സ്തോത്രം ചെയ്ത് കർത്താവിൻ്റെ രക്തത്തെ ഓർത്തുകൊണ്ട് അത് നാം ചെയ്യണം. അങ്ങനെ നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ഒരു ആരാധനയായി തീരണം. സഭയായി നാം ആരാധിക്കുന്നു എങ്കിൽ തന്നെയും നമ്മുടെ ആരാധനയെ ദൈവം നോക്കുന്നത് നാം ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തെ സ്തുതിക്കുന്നതും പാടുന്നതും ആരാധിക്കുന്നതുമാണ് ദൈവം നോക്കുന്നത്. മനുഷ്യർ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, മനുഷ്യൻ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല പ്രധാനം, മനുഷ്യൻ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതല്ല പ്രധാനം. ഞാൻ കഴിക്കുന്ന ആരാധന, ഞാൻ കഴിക്കുന്ന യാഗം ദൈവത്തിന് പ്രസാദകരമാണോ? എന്നെ ദൈവം നോക്കുമ്പോൾ മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവം അകത്തെ നോക്കുന്നവനാണ്, ഹൃദയത്തെ നോക്കുന്നവനാണ് ദൈവം. അപ്പോൾ നമ്മുടെ ആരാധനയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന നിലയിൽ ആയിരിക്കുന്നവരിൽ പ്രിയമുള്ളവരെ, അത് ദൈവം അതിൽ പ്രസാദിക്കുകയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. നല്ല സാക്ഷ്യമുണ്ടാണ്. അതുകൊണ്ട് വായിക്കുന്നത്, ഹാബേൽ തൻ്റെ ജീവിതത്തിൽ ആ നിലയിൽ ദൈവത്തെ ആരാധിച്ച് അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, മരിച്ചും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ യാഗം ഇതിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. സഹോദരൻ പറഞ്ഞ് ഞാൻ കേട്ടു, ആ ഹാബേൽ കൊണ്ടുവന്ന ആടിൽ രക്തമുണ്ടായിരുന്നു. ശരിയായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ.
കയ്യേൻ കൊണ്ടുവന്നതിൽ രക്തമില്ലായിരുന്നു, പച്ചക്കറിയല്ല, രക്തമില്ലല്ലോ. അതുകൊണ്ടാണ് ദൈവം കയ്യേനിൽ പ്രസാദിക്കാതിരുന്നതും ഹാബേലിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഞാനത് വിമർശിക്കുന്നില്ല. പക്ഷെ ഇവിടെ വായിക്കുമ്പോൾ അവൻ വിശ്വാസത്തിൽ നിന്നും, വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ വായിക്കുന്നത്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. ഇത് കയ്യേന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇപ്പം ദൈവാലയത്തിൽ അനേകർ വഴിപാട് സ്തോത്രകാഴ്ച എടുത്തായിട്ട് നാം വായിക്കുന്നു. യേശു കർത്താവ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനേകർ ധനവാന്മാർ ധാരാളം ഇട്ടു, കയ്യിനെ പോലെ ധാരാളം കൊണ്ടുവന്നു, അവരിട്ടു. പക്ഷെ വിധവയുടെ 2 കാശ് അവളുടെ ദാരിദ്ര്യത്തിൽ നിന്നും അവളുടെ ഉപജീവനം അവൾ ഇട്ടു. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ എന്തുമാത്രം കൈ നിറച്ചായിട്ടിരിക്കുന്ന പെട്ടിയിൽ, മനുഷ്യദൃഷ്ടിയിൽ കൈ നിറച്ചാണ് അവനിട്ടിരിക്കുന്നത്. 2 പേരെ നിർത്തി കഴിഞ്ഞാൽ ആരെ പ്രശംസിക്കും? 2 കാശ് ഇട്ട വിധവയെ പ്രശംസിക്കുമോ, കൈ നിറച്ചിട്ട ആളെ പ്രശംസിക്കുമോ? ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മുടെ ആരാധനയെ അംഗീകരിക്കുവാൻ, ദൈവം നമ്മുടെ യാഗത്തെ അംഗീകരിക്കുവാൻ, പ്രിയമുള്ളവരെ, അത് ദൈവത്തിന് പ്രസാദമുള്ളതായ നിലയിൽ വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതായിരിക്കണം. അതാണ് ഇത് വായിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ഹാബേലിൻ്റെ യാഗത്തിൽ അവൻ അവിടെ പ്രസാദിച്ചെന്ന് വായിക്കുന്നു. അനന്യാസിനെ കുറിച്ച് നാം വായിക്കുന്നു. അനന്യാസ് സഫീറായെ കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കും. ദൈവത്തിൻ്റെ ഹൃദയം അറിയാതെ ദൈവത്തിനായി അവർ വസ്തുവക വിറ്റു. അതിൽ ചെറിയൊരു ഭാഗം അവർ കൊണ്ടുവന്നു ദൈവസന്നിധിയിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് വെച്ച്. നമുക്കറിയാം, പത്രോസ് ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്കാണോ വിറ്റത്? അവർക്ക് സത്യം പറയാമായിരുന്നു. കുറച്ച് ഞങ്ങൾ ആവശ്യത്തിനെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഞങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ അവർ ദൈവഹൃദയത്തെ മനസ്സിലാക്കുവാൻ സാധിക്കാത്തവരായി അവർ പറഞ്ഞ നിമിത്തമായിട്ട് അവർ മരിക്കുന്നതായിട്ട് കാണുവാൻ, അവിടെ അനന്യാസ് മരിക്കുന്നു. അത് ആ അനന്യാസ് മരിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭാഗം ചിന്തിച്ചപ്പോൾ അവരെന്ന് അനന്യാസ് മരിച്ച സമയത്ത് എന്ത് ചെയ്തവർ? അവനെ കുഴിച്ചിട്ടു. അത് ചെയ്തത് ശരിയാണോ? എനിക്കൊരു ചിന്തയുണ്ടായി ആ ഭാഗം വായിച്ചപ്പോൾ. ഭാര്യയെപ്പോലും അറിയിച്ചില്ല, ഭാര്യയെപ്പോലും അറിയിക്കാതെ അനന്യാസിനെ അപ്പോസ്തലന്മാർ കുഴിച്ചിട്ടു. വലിയ പ്രയാസം. ഇതൊന്നും അറിയാതെ ഭാര്യ വരുന്നു, ഇത്രയ്ക്കാണ് വിറ്റത്. അവൾ പറഞ്ഞു നുണയിൽ കൂടെ, കള്ളത്തിൽ കൂടെ ഉള്ളായിരിക്കുന്ന ഒരു ദൈവത്തിന് കൊടുക്കുന്ന കാര്യം, അത് ദൈവം പ്രസാദിക്കുമെന്നാണ് അവർ വിചാരിച്ചത്. നമുക്കറിയാം, അവളും ഈ ഭൂമിയെ വിട്ട് പോയേണ്ടതായിട്ട് വന്നു. ഒരു കുടുംബം നഷ്ടപ്പെട്ടു. പ്രിയമുള്ള, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ അറിയുന്ന അറിവിൽ വളരുവാൻ നാം പ്രയാസപ്പെടണം. നാം അതിനുവേണ്ടി നാം സമയം ചെലവഴിക്കണം. ഹോശേയാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, യാഗത്തേക്കാൾ, ഹനനയാഗത്തേക്കാൾ ദൈവത്തെ അറിയുന്ന അറിവേ ഞാൻ ആഗ്രഹിക്കുന്നു. ഹോശേയ 6:6 വായിക്കുന്നു. ദൈവത്തെ അറിയുന്നതിനുള്ള അറിവ്, അത് ഒന്ന് വായിച്ചാട്ടെ. ഹോശേയാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഹോശേയ 6:6. യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ഹോമയാഗങ്ങളെക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു.
ദൈവപരിജ്ഞാനത്തിൽ ഞാൻ പ്രസാദിക്കുന്നു. തമിഴിൽ ദേവനെ അറിகிற അറിவை நான் விரும்புகிறேன். ദേവനെ അറിகிற അറിവ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദാറ്റ് ഐ മേ നോ ഹിം. അവനെ അറിയുവാൻ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയുവാൻ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയാതെ, ഒരു വ്യക്തിയെ അറിയാതെ എന്ത് തന്നെ ചെയ്താലും അത് പ്രസാദകരമായിരിക്കില്ല. എനിക്ക് പാവയ്ക്ക കറി ഇഷ്ടമല്ല, പാവയ്ക്ക കറി എനിക്കിഷ്ടമല്ല. എന്നാൽ എനിക്ക് എൻ്റെ ഭാര്യ എപ്പം നോക്കിയാലും പാവയ്ക്ക കറി കൊണ്ടുവച്ചാൽ ഞാൻ എന്ത് പറയും, എനിക്കറിയാൻ പാടില്ല എനിക്ക് പാവയ്ക്ക കറി ഇഷ്ടമല്ല. പിന്നെ എന്താണ് എനിക്ക് എപ്പോഴും പാവയ്ക്ക കറി കൊണ്ടുവരുന്നത്? ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നത്, ചെറിയാൻ സാർ ഒരിക്കൽ ഒരു വീട്ടിൽ പോയി, എം ഇ ചെറിയാൻ സാർ. അപ്പോൾ അവിടെ പുളിക്കുളമ്പ്, പാവയ്ക്ക, പുളിക്കുളമ്പ് എന്ന് ഇവിടെ പറയില്ലയോ, പാവയ്ക്ക, തോരൻ പാവയ്ക്ക, നോക്കിയപ്പോൾ എല്ലാം പാവയ്ക്കയില്ല. അവസാനം സൗരം പറഞ്ഞു മോരുണ്ട്, മോര് ഉണ്ട്. അപ്പോൾ ചെറിയ സാർ ചോദിച്ചു അതും പാവയ്ക്കയിലാണോ എന്ന് ചോദിച്ചു. തോരൻ പാവയ്ക്ക, പുളിക്കുളമ്പ് പാവയ്ക്ക, മോരുണ്ടെന്ന് ചോദിച്ചു, അതും പാവയ്ക്ക കൊണ്ടുണ്ടാക്കിയതാണോ മോര് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പുള്ളിക്ക് പാവയ്ക്ക കൊണ്ടുണ്ടാക്കിയ കറികൾ ഇഷ്ടമല്ല. അപ്പോൾ എന്താണ് ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞ് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ, നാം പ്രവർത്തിച്ചില്ലെങ്കിൽ, പ്രിയമുള്ളവർ, അതുകൊണ്ട് നമ്മുടെ ജീവിതം നഷ്ടമായി പോവുകയാണ്. അവിടെയാണ് എൻ്റെ അപകടം. നാം ദൈവത്തെ ആരാധിക്കുന്നു. ആരാധനയുടെ രീതിയെക്കുറിച്ച് 1 കൊരിന്ത്യർ 11 വായിക്കുന്നുണ്ട്. എങ്ങനെ ആരാധിക്കണം? ദൈവത്തിന് പ്രസാദികരമായ, സുഗ്രാഹീയമായ ഒരു ആരാധന നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യണം. അതാണ് ഹാബേൽ ചെയ്തത്. നമ്മുടെ കഴിവിൻ്റെയോ, നമ്മുടെ കഴിവോ, നമ്മുടെ പ്രാപ്തിയോ, നമ്മുടെ ഒരു കാര്യവും ദൈവം മുൻപാകെ വില പോകുന്നതല്ല എന്നുള്ളത് കയ്യിൻ്റെ യാഗത്തിൽ കൂടെ നമ്മൾ കാണാൻ കഴിയും. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം, എൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഫലം അവനേക്കാൾ അധികമായി ഞാൻ ചെയ്യുന്നു, അത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ ദൈവം അതിൽ പ്രസാദിച്ചു. ദൈവം അതിന് നല്ല സർട്ടിഫിക്കറ്റ്, സാക്ഷ്യം നൽകിയില്ല. പ്രിയമുള്ളവരെ, നാം ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന, ഹാബേലിൻ്റെ ആരാധന പോലെ ദൈവം ഇറങ്ങി വരുന്ന, ദൈവം പ്രസാദിക്കുന്ന, ദൈവം കടാക്ഷിക്കുന്ന ഹാബേലിൻ്റെ ആരാധനയായിരിക്കണം നമ്മുടെ ആരാധന. ദൈവം അത് മുഖാന്തരം സാക്ഷ്യം പറയണം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കുന്ന ആരാധന. ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഹാനോക്കിനെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടന്നു. അവൻ ഹാനോക്കിൻ്റെ വിശ്വാസത്തിൻ്റെ ആ അറിവ്, ആ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കുന്ന അറിവ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടന്നു. നാം എല്ലാവരും നടക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ, പേരക്കുഞ്ഞുങ്ങൾ നമ്മോടുകൂടെ നമ്മുടെ കൈ പിടിച്ച് നടക്കുന്ന സമയത്ത് വികൃതി കാണിച്ചാൽ, കുസൃതി കാണിച്ചാൽ നമുക്കിഷ്ടപ്പെടുകയില്ല. നമ്മൾ കൂടെ നടന്നിട്ട് ഓടിപ്പോയി വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കൊടുത്താൽ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. ഏതെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇവിടെ നാം വായിക്കുന്നത് ഹേനോക്കിനെ കുറിച്ച് നാം വായിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടന്നു എന്നുള്ളതാണ്. എങ്ങനെ നടക്കാം? ദൈവത്തെ പ്രസാദിപ്പിച്ച വിശ്വാസത്താൽ നടന്നു. വിശ്വാസത്താൽ നടന്നു. ദൈവത്തെ പ്രസാദിപ്പിച്ചു നടന്നു. ഞാൻ കാലത്ത് പറഞ്ഞതുപോലെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഈ
ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ മക്കൾ തനിക്കുണ്ട്, പാരാപ്തമുള്ള കുടുംബജീവിതം തനിക്കുണ്ട്. എങ്കിലും അതൊന്നും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കുന്നതിൽ താൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അതാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളായിരിക്കുന്ന നടത്തം. ഈ പറയുന്ന ആശയങ്ങളെല്ലാം പ്രിയമുള്ളവരെ, നാം നടക്കുമ്പോൾ, നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ, ആരാധിക്കുമ്പോൾ, ജീവിക്കുമ്പോഴെല്ലാം വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദകരപരമായി നാം നടക്കണം. എല്ലാറ്റിൻ്റെ അടിസ്ഥാനം ബ്രദർ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ബ്രദറെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ബ്രദർ പോകുന്നതിൻ്റെയും വരുന്നതിൻ്റെയും അടിസ്ഥാനം എന്താണ്? ബ്രദർ ആരാധിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? പ്രിയമുള്ളവരെ, വിശ്വാസമായിരിക്കും. ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിഞ്ഞ് ആയിരിക്കണം നാം അങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ദൈവം അതിൽ പ്രസാദിക്കും. ദൈവം അത് വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കും. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന സമയത്ത് അവിടെ ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ദൈവം ആരെ സ്നേഹിക്കുന്നെന്ന് കാണുവാനായിട്ട് കഴിയും. ഒക്കെ 2 കൊരിന്ത്യർ 9:7. 2 കൊരിന്ത്യർ 9:7 വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 9:7. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവന് ദൈവം സ്നേഹിക്കും. ദൈവത്തിൻ്റെ ഹൃദയം ഇവിടെയും വെളിപ്പെടുത്തി കാണാനായിട്ട് കഴിയും. ഇവിടെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ സങ്കടത്തോടെ അരുത്, നിർബന്ധത്താൽ അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്ന ദൈവം സ്നേഹിക്കുന്നു. ഇവിടെയും ദൈവത്തിൻ്റെ ഹൃദയം ഏത് നിലയിൽ ആണ് അംഗീകരിക്കപ്പെടുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് എല്ലാ വിഷയങ്ങളിലും പ്രസാദകരമായിരിക്കുന്ന നിലയിൽ ആയിരിക്കണം. കൊടുക്കുന്ന കാര്യത്തിൽ, ആരാധിക്കുന്ന കാര്യത്തിൽ, പ്രവർത്തിക്കുന്ന കാര്യത്തിൽ, എല്ലാറ്റിലും ദൈവത്തിന് പ്രസാദം ആയിരിക്കണം. ഇല്ലെന്ന് ഒരിക്കൽ അത് ഭർത്താവായി പോകും എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കുവാൻ പാടില്ല. ഒടുവിലായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 7-ാം വാക്യത്തിൽ നമുക്ക് നോഹയെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. നോഹയെക്കുറിച്ച് നാം 7-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. 17 അവിടെ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി മൂലം തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഇവിടെ നോഹയെക്കുറിച്ച് നാം വായിക്കുന്ന സമയത്ത് അതുവരെ കാണാത്തതിനെക്കുറിച്ച്, അത് മഴയെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോഹയുടെ ജീവിതത്തിൽ അന്നുവരെയും നമുക്കറിയാം ഏകദേശം 2000 വർഷങ്ങൾ മഴയില്ലായിരുന്നു. ആദാം മുതൽ നോഹ വരെ 2000 വർഷം മഴയില്ലായിരുന്നു. അതാണ് കാണാത്തതിനെക്കുറിച്ച് വിശ്വസിച്ചുകൊണ്ട്, അതാണ് വിശ്വാസം. അത് 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നോഹ കണ്ടിട്ടില്ല, അത് അന്നുണ്ടായിരുന്ന ജനങ്ങൾ ഒന്നും കണ്ടിട്ടില്ല, എന്നാൽ നോഹ വിശ്വസിച്ചു. ഈ പെട്ടകത്തിൽ കയറാതിരുന്നതിൻ്റെ കാരണം അതായിരുന്നു. നോഹ 120 വർഷം പ്രസംഗിച്ചു, 120 വർഷം പ്രസംഗിച്ചു. പക്ഷേ ആരും പെട്ടകത്തിൽ കയറിയില്ല. 8 പേര് മാത്രം, 8 പേര് മാത്രം, നോഹയും കുടുംബവും മാത്രം.
അപ്പോൾ അവർ കയറാതിരുന്നതിൻ്റെ കാരണം ഒന്നതാണ്, അവർ മഴ എന്ന പരിപാടി കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർ വിശ്വസിച്ചില്ല. നോഹ നീതിമാനായിരുന്നു, ദൈവമുമ്പാകെ നീതിമാനായിരുന്നു, ദൈവത്തോടുകൂടെ നടക്കുന്നവനായിരുന്നു, ദൈവത്തെക്കുറിച്ച് നല്ല വെളിപ്പാടാനുണ്ടായിരുന്നു, ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം കൽപ്പിച്ച് സംഭവിക്കും, ദൈവം തൻ്റെ വാക്കുകൾ നിറവേറ്റുന്നവനാണെന്നുള്ള വിശ്വാസം നോയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ അവൻ പെട്ടകം പണിതു. മറ്റുള്ളവർ വിശ്വസിച്ചില്ല. അവിശ്വാസത്താൽ അവർ നശിച്ചുപോയി. അവിശ്വാസത്തിൻ്റെ അപകടം വലുതാണ്. ദൈവം വാതിലടച്ചു. അവിടെയാണ് കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപ് രക്ഷിക്കപ്പെടണം എന്നുള്ളതിൻ്റെ ആ സുവിശേഷത്തിൻ്റെ സത്യം, സുവിശേഷത്തിൻ്റെ മാഹാത്മ്യം അതാണ്. അവിടെ കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപ് ദൈവം നോഹ തുറന്നു, പക്ഷെ ദൈവം വാതിൽ അടച്ചു. ഇവിടെ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ പറ്റിയ സന്ദർഭം ഇപ്പോഴാണ്. ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ രക്ഷാദിവസം. കർത്താവെ, കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപ്, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതകാലം തീരുന്നതിന് മുൻപ് അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നീ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് അംഗീകരിക്കുന്നു പറഞ്ഞ് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടും. കർത്താവ് വാതിലടച്ചാൽ പിന്നെ പ്രവേശനമില്ല. അങ്ങനെ നോഹ ചെയ്തത്, അവൻ കാണാത്തതിനെ വിശ്വസിച്ചു. അതാണ് വിശ്വാസമെന്ന് 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ള, നാം അനേക കാര്യങ്ങൾ കണ്ടിട്ടില്ല. ദൈവവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുള്ള തരുന്ന പ്രേരണയിൽ കൂടെ നാം വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് ദൈവം നോക്കുന്നത്. അങ്ങനെ നോഹ പെട്ടകം പണിതു. ആർക്ക് വേണ്ടി? ഇവിടെ നിന്ന് ചിന്തിപ്പിച്ചതായിരിക്കുന്ന ഒരു വിഷയം. അവിടെ നോഹ പെട്ടകം പണിത് ആർക്ക് വേണ്ടി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. അത് അത്ഭുതമാണ്. അത്ഭുതകരമായിരിക്കുന്ന ഒരു വിഷയമാണ് അവിടെ പറയുന്നത്. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി. പ്രിയമുള്ള, വിശ്വാസത്താലുള്ള ആ പെട്ടകം നോഹ പണിതത് താൻ 120 വർഷം സകല ജനങ്ങളോടും അത് പ്രസംഗിച്ചെന്ന വരിയിലും തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് അത് പണിതത്. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് യഥാർത്ഥമായ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, നരകത്തെക്കുറിച്ചുള്ള വിശ്വാസം, സ്വർഗത്തെക്കുറിച്ചുള്ള വിശ്വാസം, ന്യായവിധിയെക്കുറിച്ചുള്ള വിശ്വാസം, ദൈവശിക്ഷയെക്കുറിച്ചുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ചിലത് ചെയ്യുവാൻ നാം പ്രേരിതരാകുകയുള്ളൂ, നാം പ്രേരിപ്പിക്കപ്പെടുകയുള്ളൂ. കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്യുന്നു? നോഹ ഇവിടെ വായിക്കുമ്പോൾ വിശ്വാസത്താൽ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പെട്ടകം പണിതു. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം എന്ത് ചെയ്തിരിക്കുന്നു? നമുക്കെന്ത് ചെയ്യാൻ കഴിയും? എന്ത് നാം ചെയ്തിട്ടുണ്ട്? എന്ത് ചെയ്തിട്ടുണ്ട്? അതുപോലെ തന്നെ നോഹയുടെ ആഗ്രഹം പോലെ, വചനത്തിൽ വായിക്കുന്നത് പോലെ നോഹയും അവൻ്റെ കുടുംബവും ആ പെട്ടകത്തിൽ രക്ഷപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ കുടുംബത്തിൽ ആരും നശിച്ചു പോകാൻ പാടില്ല. നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നരകത്തിൽ പോകുന്നത് ഇടവരുവാൻ, നരകത്തിൽ ഇടവരുന്നത് കാണുവാൻ നമുക്ക് ഇടയാകരുത്. പ്രിയമുള്ളവരെ, നോഹയുടെ ഹൃദയത്തിൻ്റെ ഭാരം, അവൻ വിശ്വസിച്ചു, മഴ വരുമെന്ന് വിശ്വസിച്ചു, അതിനുവേണ്ടി താൻ പെട്ടകം പണിതു. നാം, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ദൈവവചനം പഠിക്കുവാൻ, ദൈവവചനം പഠിപ്പിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, കേൾപ്പിക്കുവാൻ, സഭയ്ക്ക് വരുവാൻ, പ്രേരിപ്പിക്കുവാൻ, നിർബന്ധിക്കുവാൻ നാം കടമപ്പെട്ടവരാണ്.
നോഹ ഇതാണ് ചെയ്തത്. എൻ്റെ മക്കൾ എന്നെ വിശ്വസിക്കും, എൻ്റെ മക്കൾ എന്നെ വിശ്വസിക്കും. അതുപോലെ സംഭവിച്ചു. വിശ്വാസത്താൽ കാണാത്ത കാര്യങ്ങളെ അവൻ വിശ്വസിക്കുകയും പെട്ടകം പണിയുകയും ചെയ്യും. ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ചോദ്യം ഇതാണ്: നാം നമ്മുടെ കുടുംബത്തിൽ ഉള്ളവരുടെ ആത്മീയ വർധനവിന് വേണ്ടി, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നാം എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ചോദ്യമാണ്. 13 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 4 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഒന്ന്, വിശ്വാസത്താൽ അബ്രഹാം, അവൻ്റെ വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെട്ടു, അവൻ്റെ വിശ്വാസത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. വിശ്വാസത്തിൻ്റെ അനുസരണം അവൻ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതുപോലെ ഹാനോക്ക് വിശ്വാസത്താൽ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ അവിടെ ദൈവത്തിന് യാഗം, അവിടെ ഹാബേലിനെ കുറിച്ച് യാഗം കഴിച്ചു. നമ്മുടെ ആത്മീയ, ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ചിന്തിക്കാനുള്ള കാര്യം, ആത്മീയ വിഷയത്തിൽ മാനുഷികമായിരിക്കുന്ന കഴിവിനോ ബുദ്ധിക്കോ സാമർത്ഥ്യത്തിനോ വിലയില്ല. കയ്യനെ പോലെ നാം ആകാതെ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന യാഗം പ്രവൃത്തി ചെയ്യുവാൻ നമ്മെ സഹായിക്കണം. ഹാനോക്ക് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ദൈവത്തോടു കൂടെ നടന്നു. നടന്നു എന്നുള്ളതല്ല, ദൈവത്തിന് പ്രസാദകരമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ നടന്നു. നോഹ കാണാത്ത കാര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസം അതാണ്, കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നുള്ളതാണ് വിശ്വാസം. അപ്പോസ്തലനായ തോമസിനോടും കർത്താവ് പറയുണ്ടായി, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി അവൻ പെട്ടകം പണിതു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം, നശിച്ചു പോകുന്ന ലോകം 120 വർഷം പ്രസംഗിച്ചു, കുടുംബത്തിന് വേണ്ടി പെട്ടകം പണിതു. ചിലത് നമ്മുടെ കുടുംബം, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി, ദൈവത്തെ വാസ്തവം അറിഞ്ഞ് ആത്മീയ വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടി നാം പരിശ്രമിക്കേണ്ടത്, അധ്വാനിക്കേണ്ടത്, വിശ്വാസത്തോടുകൂടെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാറ്റിനും അടിസ്ഥാനം വിശ്വാസം. അങ്ങനെ ദൈവത്തിന് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. എന്ത് ചെയ്താലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തോടുകൂടി നമുക്ക് ജീവിക്കാം. വെറും പേരിലല്ല, പ്രവൃത്തിയിൽ അത് കാണുവാൻ. അങ്ങനെ എന്താണ് ഉണ്ടാകേണ്ടത്? നല്ല സാക്ഷ്യം. ആ സഹോദരൻ്റെ കുടുംബം, ആ സഹോദരിയുടെ കുടുംബം, അവരുടെ മക്കൾ വിശ്വാസത്തിൽ നല്ല വിശ്വാസികൾ, നല്ല ആത്മീകന്മാരായി അവർ ജീവിക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ, എൻ്റെ മക്കൾ സത്യത്തിൽ, നിൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്ന വലിയ സന്തോഷം എനിക്കില്ലെന്ന് യോഹന്നാൻ പറയുന്നതായിട്ട് നാം വായിക്കുന്നു. വഴിയുള്ളവരെ, സന്തോഷത്തിൻ്റെ വഴി അതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നോഹയെപ്പോലെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി പെട്ടകം പണിതതുപോലെ നമ്മൾ ഹൃദയത്തിൻ്റെ ഭാരവും, നമുക്ക് പലപ്പോഴും മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ഭാരം, ബദ്ധപ്പാടുകൾ, പരിശ്രമങ്ങൾ, അധ്വാനം എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം എന്ത് ചെയ്യുന്നു? വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഫലമുണ്ടാകും. നാം നമ്മുടെ മക്കളും കൊച്ചുമക്കളും കർത്താവിനെ സ്നേഹിക്കുന്നവരായി, സത്യത്തിൽ നടക്കുന്നവരായി തീരുമ്പോൾ അതിലുള്ള സന്തോഷത്തിനേക്കാൾ വലിയ സന്തോഷം നമുക്കുണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമായ കാര്യം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിപ്പാനും ആ അടിസ്ഥാനത്തിൽ പ്രത്യാശിക്കുവാനും നാം ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആലോചനകൾ നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എബ്രായ ലേഖനത്തിൽ നിന്ന് വിശ്വാസം എന്താണ് എന്നുള്ളതും വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതുമാണ് നാം ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. നാം കേട്ടതുപോലെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. കാണാത്ത കാര്യങ്ങൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ, അത് ഉറപ്പായിട്ടും നടക്കും എന്ന് നാം വിശ്വസിക്കുമ്പോൾ അതിനെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. അനേക മാതൃകകൾ പ്രിയ കർത്താസൻ നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിച്ചു. പ്രത്യേകിച്ച് ഹാബേലിൻ്റെ വിശ്വാസം. ഹാബേൽ വിശ്വാസത്താൽ ഉത്തമമായ ഒരു യാഗം ദൈവത്തിന് സമർപ്പിച്ചു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചു. തൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും അനീതി പ്രവർത്തിച്ചപ്പോൾ ഹാനോക്ക് മാത്രം വഴിമാറി നടന്നു, ദൈവത്തോടൊപ്പം നടന്നു. അബ്രഹാം തനിക്ക് കാണാത്ത ഒരു ദേശത്തേക്ക്, എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത ഒരു സ്ഥലത്തേക്ക് താൻ പോയി. അതുപോലെ തന്നെ അങ്ങനെ അനേക സാക്ഷ്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. നോഹ അതുവരെ കാണാത്ത മഴ പെയ്യുമെന്നും പ്രളയമുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു. പ്രിയമുള്ളവർ, അതുകൊണ്ട് അവർക്ക് വളരെ ഉത്തമമായ ഒരു സാക്ഷ്യം ലഭിച്ചു. അതിനാണല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് എന്ന് നാം വായിക്കുന്നു. 16-ാം വാക്യം വളരെ മനോഹരമാണ്. ഞാൻ ആ അധ്യായം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനോഹരമായ ഒരു വാചകം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. അവരെക്കുറിച്ച്, ഈ ഭക്തന്മാരായ മനുഷ്യരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം, ദൈവം അവരുടെ ദൈവമെന്ന് പറയാൻ ലജ്ജിക്കുന്നില്ല. ഞാനത് വായിച്ചപ്പോൾ വളരെ ഞെട്ടലോടെയാണത് വായിച്ചത്. പലപ്പോഴും എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും ദൈവം ലജ്ജിച്ചു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവമെന്ന് പറയാൻ പലപ്പോഴും ലജ്ജിച്ചിരിക്കുകയാണ്. കാരണം നാം ഈ വിശ്വാസത്തിൻ്റെ ഈ പ്രവർത്തികളൊന്നും നാം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നില്ല. അനുദിന ജീവിതത്തിൽ നാം വെളിപ്പെടുത്തുന്നില്ല. നാം രക്ഷിക്കപ്പെട്ടത് കൃപയാൽ വിശ്വാസത്താലാണ്. നാം കാണാതെ വിശ്വസിച്ചവരാണ് നാം, ഭാഗ്യവാന്മാരാണ്. എന്നാൽ അതേസമയം അനുദിന ജീവിതത്തിൽ നാം ഈ വിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് വരും നാളുകളിൽ ഈ കേട്ട വചനത്തോട് നമുക്ക് നീതി പുലർത്താം. ഈ ഉത്തമമായ മാതൃകകൾ പാലിച്ചുകൊണ്ട് ഹാനോക്കിൻ്റെ, അബ്രഹാമിൻ്റെ, ഹാബേലിൻ്റെ, നോഹയുടെയൊക്കെ മാതൃകകൾ പാലിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് നമുക്ക് അധികമായിട്ട് ശ്രമിക്കാം. അതിന് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹീതമായ വചനം നമ്മെ അറിയിച്ച പ്രിയ കർത്താസൻ VK വില്യംസിനുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ദീർഘ 50 വർഷങ്ങൾ താൻ തമിഴ്നാടിൻ്റെ തേനിയുടെ പ്രദേശങ്ങളിലും ബോഡി നായകനൂറിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ താൻ പ്രവർത്തിച്ച് അനേക അവിടെ സഭകൾ സ്ഥാപിച്ചു. ആ പ്രവർത്തനങ്ങളൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്നും ദാസനെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ആ സ്ഥലത്ത് വീണ്ടും അനേക ഫലങ്ങൾ കാണേണ്ടതിന് നമുക്ക് കർത്താസനെ നമുക്ക് കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താസൻ ഇന്ന് രാത്രി വീണ്ടും ന്യൂസിലാൻഡിലേക്ക് യാത്ര പോകുന്നു. ആ യാത്ര ക്ഷേമത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. വരുന്ന ആളുകളിൽ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. TBFൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച പ്രിയ കർത്താസൻ സന്തോഷ് മാത്യു കൊട്ടാരക്കര, അതുപോലെ പ്രിയ കുഞ്ഞുങ്ങൾ ഫേബ, അക്സ, ഇവരുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് വരുന്ന ആളുകൾ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പേരൂർക്കടയിൽ ഉള്ള പ്രിയ ജേക്കബ് അങ്കിൾ മുന്നോട്ട് കടന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രിയ കർത്താസനെ അതിനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് കർത്താവെ, ചെറിയൊരു കൂട്ടമെങ്കിലും കർത്താവെയൊക്കെ കൂടി വന്ന് കർത്താവ് നിൻ്റെ വചനത്തിൽ നിന്ന് കേൾപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, വചനം തന്ന ദാസനെയും കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നതായി സ്തുതിക്കുന്ന കർത്താവെ, ആ വിശ്വാസത്തിൽ കർത്താവിനെ സേവിക്കുന്ന ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഹാബേലിൽ കണ്ട ആ
ആ അനോക്കിൽ കണ്ടതായ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതായ ആ വിശ്വാസം, കർത്താവെ ഞങ്ങൾ അബ്രഹാമിൽ കണ്ടതായ ആ കാണാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസം, കർത്താവ് ഇതെല്ലാം കർത്താവെ ഞങ്ങളുടെയും ജീവിതത്തിൽ എത്രത്തോളം കർത്താവിനെ ആഴമായി വിശ്വസിക്കണമെന്നും നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണമെന്നുള്ള കാര്യങ്ങളെ ഓർപ്പിക്കുന്നതിനായിട്ട് നന്ദി കർത്താവെ. ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ എല്ലാം കർത്താവെ വിശ്വാസത്തിലായിരിക്കാൻ, കർത്താവെ ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ ബുദ്ധിയോ ഞങ്ങളുടെ ബലമോ ഒന്നുമല്ല, കർത്താവിന് പ്രസാദമായിട്ടുള്ളത് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഓരോ ദിവസവും അവിടുന്ന് സഹായിച്ച് അനുഗ്രഹിക്കണം. കർത്താവെ ഞങ്ങൾക്ക് ഓരോ ദിവസവും കർത്താവെ ഓരോ ഞായറാഴ്ച സായങ്കാലം കർത്താവെ അവിടുത്തെ വചനം കേൾപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന ഈ മീറ്റിങ്ങിനായി സ്തുതിക്കുന്നു. കർത്താവ് ഈ മീറ്റിങ്ങിൽ കൂടെ അനേകർക്ക് കർത്താവിൻ്റെ അനുഗ്രഹപ്പെട്ട വചനം കേൾപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. കർത്താവ് അനേകർ കർത്താവെ വന്നു കൂടുവാനും ഈ വചന ശുശ്രൂഷയിൽ പങ്കുകാരാകുവാനും കർത്താവ് സഹായിക്കണം. കർത്താവ് ഇവിടെ വചനം പറയുവാനായിട്ട് കർത്താവ് ഒരുക്കിയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വരും കാലങ്ങളിലും കർത്താവെ ആ വിശ്വാസത്തിൽ ഞങ്ങൾ അവരുടെ വചനങ്ങൾ കേൾപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണം. കർത്താവെ TBFൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. ഈ ദേശത്ത് കർത്താവിൻ്റെ ആ മഹത്വത്തെ വിളംബരം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ എല്ലാം അധികമായിട്ട് ബലപ്പെടുത്തണം കർത്താവെ. കർത്താവെ അനേകർ കർത്താവെ രോഗികളായിട്ടും പലവിധ ആവശ്യഭാരങ്ങളാലും കർത്താവെ വരുന്ന ഒരു സ്ഥലമാണല്ലോ കർത്താവെ. ഇവിടെ കർത്താവിനെ അറിയാത്തവരും കർത്താവിനെ കണ്ടിട്ടില്ലാത്തവരും കർത്താവെ അവർ കർത്താവിനെ അറിയുവാനും കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവ് ഇതിൽ കൂടെ കർത്താവ് കാരണമാക്കണമേ. കർത്താവെ ഞങ്ങൾ പാടിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ല പാട്ടുകളാൽ ഞങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം കർത്താവെ. അവർക്കും കർത്താവെ അധികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കണം. അവരുടെ യൗവനത്തിൽ തന്നെ കർത്താവിനെ അറിയുവാനും സ്നേഹിപ്പാനും കർത്താവിന് അവരുടെ കഴിവുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് നൽകിയ എല്ലാ നന്മകൾക്കായിട്ടും നന്ദി കർത്താവെ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും പേരുപേരായി സമർപ്പിക്കുന്നു. എല്ലാവരുടെയും ആവശ്യഭാരങ്ങൾ കർത്താവിൻ്റെ കരുണയും കൃപയും അധികമായിട്ട് വർഷിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തുതി സ്തോത്രം കർത്താവെ. തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും കർത്താവ് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതി സ്തോത്രം സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മൾ കേട്ട വചനത്തോടും അവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.